ഹലോ, ഇത് ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് അത്യാവശ്യം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അത് വാടി കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കോട്ടയം സ്റ്റൈൽ മീൻ കറിയിൽ അവർ ഉള്ളി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ ഞാനിതൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇട്ടതാണേ. നന്നായിട്ട് ഇളക്കി ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഞാനവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 4 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ് കേട്ടോ. കാശ്മീരിയും നോർമലും കൂടി ചേർത്തിട്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കാശ്മീരി ആണെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ, അധികം എരിവ് കാര്യങ്ങളൊന്നും വേണ്ടാന്നാണെങ്കിൽ. പിന്നെ പുളിവെള്ളം ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിനകത്ത്. ഞാൻ അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം കൂടുതൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിട്ട് വറ്റിക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. മീനിൻ്റെ വേവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് പെട്ടെന്ന് വെന്ത് പോകുന്ന മീനുകളൊക്കെ ആണെങ്കിൽ ചാറ് നന്നായിട്ട് കുറുകിയതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. മീൻ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഫൈനൽ. ഞാനപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.